എല്ലാ ആണുങ്ങളും തങ്കച്ചനല്ല. അനീഷ് ആണെങ്കിൽ സ്റ്റാർ മാജിക് ഒട്ട് കണ്ടിട്ടുമില്ല. അതിനകത്ത് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തങ്കച്ചനുമായിട്ടുള്ള ലവ് ട്രാക്കുകളൊക്കെ പിടിച്ചതും പുറമെ എല്ലാവരും തങ്കച്ചനുമായിട്ട് അനുമോള് പ്രണയത്തിലാണെന്നുള്ള ഒരു ഗോസിപ്പ് വരുന്നതും ഉടൻ തന്നെ കല്യാണം നടക്കുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നതും അതിന്റെ പേരിൽ കുറെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു മൂത്ത ചേട്ടനെ പോലെയാണ് തങ്കച്ചൻ ചേട്ടൻ, പിന്നെ ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് ചില കണ്ടന്റ്സ് ക്രിയേറ്റീവായിട്ട് റൊമാൻറ്റിക് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതുപോലെയല്ല ഒരു മനുഷ്യന്റെ ഇമോഷൻ വെച്ച് കളിക്കുന്നത്. അതും ഡിവോഴ്സായ ആ ഒരു ട്രോമയിൽ നിന്ന് പതുക്കെ പുറത്തു വന്നുകൊണ്ടിരുന്ന ഒരുപാട് സുഹൃത്തുക്കളില്ലാത്ത ഒരു ലോൺലിനെസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എഴുത്തുകാരനായ ഒരു മനുഷ്യനാണ്. എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. ഒരു ഇമാജിനേഷൻ വേൾഡ് അല്ലെങ്കിൽ ഒരു ഫാന്റസി വേൾഡിലൊക്കെ മനസ്സുകൊണ്ട് അലയുന്ന ഒരു മനുഷ്യനാണ് ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യന്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു കുളിർമ, ആ ഒരു രീതിയിലാണ് അനുമോള് പെരുമാറിയത്. ബിഗ് ബോസ് ഹൗസിനകത്ത് മറ്റുള്ളവർ ആരോടും പെരുമാറാത്ത രീതിയിലാണ് അനീഷിനോട് പെരുമാറിയത്. പക്ഷേ അനീഷ് അതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരിക്കാം. അറിയാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ആഗ്രഹം മുളപൊട്ടിയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപാട് നാളെ വെയിറ്റ് ചെയ്യാതെ നേരിട്ട് പോയി പറഞ്ഞത്. ഏത് ആക്ഷൻ നമ്മൾ ചെയ്താലും അതിന് ഓപ്പോസിറ്റോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അനുമോൾ എന്ന് പറയുന്ന കുട്ടിയോട് മാത്രം ഇങ്ങനെ ഒരു ഇമോഷൻ അനീഷിന് തോന്നാൻ എന്താണ് കാരണം? അവിടെ എത്രയോ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പം ഗിവ് ആൻഡ് ടേക്ക് ആണ് ഈ പറയുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയോ എവിടെയൊക്കെയോ അനീഷിന്റെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ, അനീഷിന്റെ ഇമോഷനെ ഉണർത്തുന്ന രീതിയിൽ ചില കാര്യങ്ങൾ അനുമോള് ചെയ്തിരിക്കാം. ആ ചെയ്തതിന്റെ റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്നത് ആരാണ്? അനീഷാണ്. ഇത് വളരെ മോശമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യരുടെ അടുത്ത്, അതായത് ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇമോഷൻസ് വെച്ച് പ്ലേ ചെയ്യരുത്. നമ്മൾ ചെറിയ ചെറിയ ലവിൻ്റെ ആക്ഷൻസ്, ചിഹ്നങ്ങൾ, ഇച്ഛായ എന്നുള്ള വിളി, ഈ പാല് കുടിക്കൂ, അനീഷേട്ടന് ഞാൻ മാസ്ക് ഇട്ട് തരട്ടെ മുഖത്ത്, ഇങ്ങനെയൊക്കെയുള്ള കെയറിങ് അതുവരെ ഇല്ലാത്ത, അതുവരെ എല്ലാവരും മോശമാണ് അനീഷ് എന്ന് പറയുന്ന ആളിനെ വെറുത്ത് തറയിൽ അനീഷ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലത്ത് ചെറിയൊരു കെയറിങ്, ഒരു സ്നേഹം, ഒരു കളിയാക്കൽ അല്ലെങ്കിൽ ഒരു രസകരമായ നിമിഷങ്ങളൊക്കെ സമ്മാനിച്ചത് അനുമോളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഷാനവാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഫ്രണ്ടായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് അനീഷ്. ആ ഫ്രണ്ടായിട്ട് സ്വീകരിച്ചിട്ട് ഇനി ജീവിതാവസാനം വരെയും അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. ഇനി ഷാനവാസ് എത്ര കുറ്റം ചെയ്താലും ശരി, ആ ഒരു ഇമോഷൻ, സുഹൃത്ത് ബന്ധം എന്നുള്ളൊരു ഇമോഷൻ ഷാനവാസിന്റെ അടുത്ത് നിന്ന് അനീഷിന് ഒരു നാളിലും ഇത് മാഞ്ഞു പോകത്തില്ല. സോ അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അനീഷിന്റെ ക്യാരക്ടർ എന്താന്ന്. അനുമോളോടും അനീഷിന് ഷാനവാസിനോടും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ആ സോഫ്റ്റ് കോർണർ വളർന്ന് വളരെ ശക്തമായ സൗഹൃദ ബന്ധം ഒരാളെടുത്തും വളരെ ശക്തമായ ഒരു ലവ് അഫെയർ മറ്റൊരാളെടുത്തും തോന്നി. രണ്ടുപേരും അതിന് വഴിവെച്ച് തന്നെയാണ് ആ ഒരു ബന്ധത്തിലേക്ക് അനീഷിനെ തള്ളിയിട്ടത്. ഇനി എന്തൊക്കെ വന്നാലും ഷാനവാസും അയാളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. ഇനി അനുമോൾ ഇങ്ങനെ ഒരു റിപ്ലൈ കൊടുത്തത് കാരണം അത് അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുറച്ച് സമയം കൊടുക്കണം ആ ഒരു ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട്. അദ്ദേഹം ഉടൻ തന്നെ പുറത്തു വരും എന്ന് നമുക്കറിയാം. ഇങ്ങനെ വെച്ച് പ്ലേ ചെയ്തത് പോരാഞ്ഞ് അനീഷ് ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് നമ്മൾ വിവാഹം കഴിച്ചാലെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉരുണ്ട് കളിക്കാതെ, ഞാൻ ചേട്ടനെ ഒരു സഹോദരനെ പോലെയാണ് കാണുന്നത്, എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ പറ്റത്തില്ല, ഒരു കുഞ്ഞനിയത്തിയായിട്ടാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത്, സ്നേഹിച്ചത് എന്ന് പറയാമായിരുന്നു. ആ സമയത്ത് ഈ ഒരു കാര്യം ആദിലെ വിളിച്ച്, അത്രയും നേരം ശത്രുവായിരുന്ന ആദിലെ വിളിച്ച് അവളോട് ഈ കാര്യം പറഞ്ഞു, ഞാൻ ചേട്ടനെ പോലെയാണ് കണ്ടത്, ഇത്രയും നീട്ടി വായിക്കാതെ എനിക്ക് ഗുരുവായൂർ പോയി കെട്ടണം, എനിക്ക് കുറെ സ്വർണ്ണത്തിന് പൈസ ഉണ്ടാക്കണം, വീടിന് പൈസ ഉണ്ടാക്കണം, ഇങ്ങനൊന്നും അനീഷിനോട് പറയേണ്ട കാര്യമില്ല. അതിനെ കുറിച്ചൊന്നും അല്ല അനീഷ് ചോദിച്ചത്. അങ്ങനെ ഉരുണ്ട് കളിച്ചത് കൊണ്ടാണ് അനീഷ് മനസ്സ് തകർന്നാണ് എണീറ്റ് പോയത്. എന്നിട്ട് അത് ദേഷ്യത്തിലാണെന്ന് ആദിലയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത്ര നാളും ആദിലയും നൂറയും അവൾക്ക് വേണ്ടായിരുന്നു, ശത്രുസ്ഥാനത്തായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ആദിൽ അത് മനസ്സിലാക്കിയിരുന്നു. അവിടെ ആരടുത്തും പോവാൻ പറ്റില്ല അനുമോൾക്ക്, ആരും അവളുടെ വിഷമം കേൾക്കാനില്ല. അതുകൊണ്ട് എന്ത് വന്നാലും മിണ്ടത്തില്ല. സോൾവ് ചെയ്യാൻ വേണ്ടി അനീഷ് ശ്രമിപ്പിച്ചപ്പോൾ പോലും മാറി നിന്ന അനു ഈ ഒരു കാര്യം വന്നപ്പോൾ ഡയറക്റ്റായിട്ട് പോയി ആദിലോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് പറയുകയാണ്. നൂറയോടും അതിനുശേഷം ആദിലോട് പറഞ്ഞു, ആരോടും ഈ കാര്യം പറയരുത്, ഒരിക്കലും നൂറ ഇത് അറിയുകയും ചെയ്യരുതെന്ന് അനുമോള് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് അനുമോള് തന്നെ നൂറയെ വിളിച്ച് ഈ കാര്യം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് പേടിയാവുന്നു എന്നും പറഞ്ഞ് ഭയങ്കര ഷോയാണ് കാണിച്ചത്. അതിനുശേഷം അനീഷിനോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അനീഷിന് പക്ഷേ ഇന്നൊരു ദിവസമെങ്കിലും അനീഷിനെ ഫ്രീ ആയിട്ട് വിടണമെന്ന് അനുമോള് ചിന്തിച്ചില്ല. ഈ ആദിലയോടും നൂറയോടൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ചേട്ടാ എനിക്ക് ഇങ്ങനെയാണ് കാര്യമൊന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ആ വീട് മുഴുവൻ അറിയിച്ചു. ആ ഒരു രീതിയിലാണ് അനുമോൾ ഇത് ട്രീറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല ഇത് വലിയൊരു നല്ല കാര്യമാണെന്നുള്ളത്. എനിക്കിതിനോട് യാതൊരു യോജിപ്പുമില്ല അനുമോളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോട്.
എന്തായാലും ആ മനുഷ്യന്റെ മനസ്സ് വേദനിച്ചിരിക്കുകയാണ്. ഇനി കൂളാവാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും.